ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞൊരു ദ്വീപ്. അതിലുമുപരി യുക്തിക്ക് നിരക്കാത്ത പല പല കാര്യങ്ങളും സംഭവിക്കുന്നൊരു ദ്വീപ്. പണ്ട് ഈ ദ്വീപിൽ താമസിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ ഒരു കാരണവും കൂടാതെ മരണപ്പെട്ടുകൊണ്ടിരുന്നു. അതിന് കാരണമെന്തെന്നാൽ ദുർമന്ത്രവാദം. അങ്ങനെ ഇതൊരു ശപിക്കപ്പെട്ട ദ്വീപായി മാറി. അതാണ് ഓക്ക് ദ്വീപ്. കാനഡയിലാണ് ഈ ഒരു ഓക്ക് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് പ്രാചീനകാല മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഒരു ദ്വീപ് ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ബ്രിട്ടീഷുകാർ വന്ന് നോക്കിയപ്പോൾ അതിമനോഹരമായൊരു ദ്വീപ്. ഈ ഒരു ദ്വീപിൽ ബിൽഡിങ്ങുകളും ഫാക്ടറികളും കെട്ടിപ്പൊക്കിയാൽ വളരെ നന്നായിരിക്കുമെന്ന് ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടി. എന്നാൽ ഇതെല്ലാം ഇവർക്ക് ചെയ്യാൻ ആ ദ്വീപിൽ ആകെ പ്രശ്നമായി ഉണ്ടായിരുന്നത് അവിടുത്തെ ആളുകളായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരു കൂട്ടമായി വന്ന് അവിടെ ജീവിക്കുന്ന ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. ആക്രമണത്തിന്റെ ശക്തി താങ്ങാനാവാതെ അത്രയും നാൾ അവിടെ സന്തോഷമായി ജീവിച്ചിരുന്ന ആളുകൾക്ക് അവിടം വിട്ട് പോവേണ്ടി വന്നു. എന്നാൽ അവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുൻപ് അവിടെയുള്ള ആളുകൾ ആ ദ്വീപിനെ മനസ്സ് നൊന്ത് ശപിച്ചു. ഞങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ആരായാലും അവരെല്ലാം തന്നെ മരിച്ചു പോകുമെന്നായിരുന്നു അവരുടെ ശാപം. അങ്ങനെ ബ്രിട്ടീഷുകാർ ആ ദ്വീപിൽ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. എന്നാൽ അതിനുശേഷമാണ് അമാനുഷികമായ പല കാര്യങ്ങളും അവിടെ സംഭവിക്കാൻ തുടങ്ങിയത്. അവിടെ താമസിക്കുന്ന ബ്രിട്ടീഷുകാർ പലരും ഒരു കാരണവും കൂടാതെ മരണപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ അവിടെ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇത്രയും ആളുകൾ ഒരു കാരണവും കൂടാതെ ഇങ്ങനെ മരണപ്പെടാൻ കാരണം പണ്ട് ഇവിടുന്ന് കുടിയൊഴിപ്പിച്ച ആളുകളുടെ ശാപമെങ്ങാനുമായിരിക്കുമോ? പിന്നീട് കാലങ്ങൾ കഴിയും തോറും ആ ദ്വീപിൽ വരുന്നവരെല്ലാം തന്നെ മരണപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ മനുഷ്യവാസം സാധ്യമല്ല എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ ആളനക്കമില്ലാതെ കിടക്കുന്ന ഈ ദ്വീപ് വളർന്നു പന്തലിച്ച ഓക്ക് മരങ്ങൾ കൊണ്ട് നിറഞ്ഞു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്കു ശേഷം ഡാനിയൽ മെഗിസ് എന്ന ചെറുപ്പക്കാരനും കൂടെ 3 സുഹൃത്തുക്കളും കൂടി ആളനക്കമില്ലാത്ത ആ ദ്വീപിലൂടെ നടന്നു പോവുകയായിരുന്നു. ഈ ദ്വീപിൽ നിന്നും ഒരു വലിയ വെളിച്ചം കണ്ടതുകൊണ്ടാണ് അവർ ഈ ദ്വീപിലേക്ക് വന്നത്. അങ്ങനെ ഇവർ ഈ ദ്വീപിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് ഡാനിയൽ താൻ ചവിട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ മണ്ണിനടിയിൽ വൃത്താകൃതിയിൽ എന്തോ മറഞ്ഞിരിക്കുന്നത് കണ്ടു. ഇതെന്താണെന്നറിയാൻ അവരെല്ലാവരും കൂടി കുഴിച്ചു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത്. അത് വളരെ വലിയ ആഴത്തിലുള്ള ഒരു പടുകൂറ്റൻ കുഴിയായിരുന്നു. അങ്ങനെ ഈ കാര്യം ഇവരിൽ നിന്നും പുറം ലോകമറിഞ്ഞു. ആ കുഴിക്കുള്ളിൽ എന്താണെന്നറിയാൻ പല ഉപകരണങ്ങളും കൊണ്ടുവന്ന് കുഴിച്ചു നോക്കി. അങ്ങനെ കുഴിച്ച് ഒരു ഘട്ടമെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് നിധികളും മറ്റും സൂക്ഷിക്കാൻ വേണ്ടി തടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുഴിയായിരുന്നുവെന്ന്. അങ്ങനെ അവിടെ മുതൽ ആ കുഴിക്കുള്ളിലെ നിധി കണ്ടെത്താൻ ആരംഭിച്ചു. ആദ്യ ഭാഗങ്ങളിൽ കുഴിച്ചപ്പോൾ മനുഷ്യരുടെ അസ്ഥികൂടം മറ്റുമാണ് അവർക്ക് ലഭിച്ചത്. അങ്ങനെ വീണ്ടും ആഴത്തിൽ കുഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിൽ കൂടുതൽ ആഴത്തിൽ ഇനി കുഴിക്കാൻ പറ്റില്ലെന്ന്. കാരണം എന്തെന്നാൽ കുഴിച്ച് ഒരു നിശ്ചിത ആഴത്തിലെത്തിയപ്പോൾ കുഴിയിൽ നിന്നും ചില വാൽവുകൾ തുറന്ന് സമുദ്രജലം ഇടിച്ചു കയറാൻ തുടങ്ങി. അതായത് ആ ഒരു കുഴി നിർമ്മിച്ചവർ അത് അവിടുത്തെ സമുദ്രവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കുഴിക്കുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും. ബൂബി ട്രാപ്പ് എന്നാണ് ഈ ഒരു സംവിധാനത്തെ വിളിക്കുന്നത്. ഇതെന്തെന്നാൽ പുരാതന കാലത്ത് അതീവ രഹസ്യങ്ങളും നിധികളും സൂക്ഷിക്കാൻ മനുഷ്യർ നിർമ്മിച്ച ഒരു രീതിയാണ് ബൂബി ട്രാപ്പ്. മാത്രമല്ല ഇത് നുഴഞ്ഞു കയറുന്ന ശത്രുക്കളെ വധിക്കാനും ഉപദ്രവിക്കാനും കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ്. ബൂബി ട്രാപ്പിലേക്ക് പ്രവേശിക്കുന്നത് ശരിയായ രീതിയിലല്ലെങ്കിലാണ് അവ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് നൂറ്റാണ്ടുകളോളം ആ ദ്വീപിൽ മനുഷ്യർ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ഇങ്ങനെ നിരവധി ആളുകളുടെ ജീവനെടുത്ത ആ ദ്വീപിന് മറ്റൊരു പേരും കൂടി വീണു, ദ കേഴ്സ് ഓഫ് ഓക്ക് ഐലാൻഡ് അഥവാ ഓക്ക് ദ്വീപിന്റെ ശാപം. ശരിക്കും എന്തിനായിരിക്കും ഓക്ക് ദ്വീപിൽ ബൂബി ട്രാപ്പ് പോലൊരു സംവിധാനം ഉണ്ടാക്കിയത്? എന്തായിരിക്കും അവർ അതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്?
ഇതിനെല്ലാത്തിനുമുപരി ആരായിരിക്കും ഇതിൻ്റെ എല്ലാം മാസ്റ്റർ മൈൻഡ്?